ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 061/2024 നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും വായിച്ച് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്യാത്തത്. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉത്തരം അതാണ്, അങ്ങനെ പോകും. അപ്പോൾ അതല്ല, നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അതാണ് നമുക്ക് ഒരു ചോദ്യപേപ്പർ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതും ചോദ്യം വായിക്കാനുള്ള ഒരു മനസ്സാണ്. അതാണ് പ്രസ്താവന ചോദ്യം വരുമ്പോഴും വേണ്ടത്. അപ്പോൾ നമുക്കധികം സംസാരമില്ല, ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? നമുക്കറിയാം, റൗലറ്റ് ആക്ട് ആണ്. ഓപ്ഷൻ ബി, റൗലറ്റ് ആക്ട് ആണ്. രണ്ടാമത്തെ ചോദ്യം: പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെയാണ് കേട്ടോ, മഹാത്മാഗാന്ധിയുടേതാണ്. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസ് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു, ഈ പൂർണ്ണ സ്വരാജ് INC സമ്മേളനം. അത് ചോദിച്ചിരുന്നു ഒരുപാട് പ്രാവശ്യം കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ലാഹോർ സമ്മേളനമാണ് കേട്ടോ. നാലാമത്തെ ചോദ്യം: ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? നമുക്കറിയാം, കഴ്സൺ പ്രഭുവാണ്. ഓപ്ഷൻ ഡി, കഴ്സൺ പ്രഭുവാണ്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു കേട്ടോ, സരോജിനി നായിഡു ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് അതിനകത്ത് വരുന്നത്? സി ഓപ്ഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കേട്ടോ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 19 വരുന്നതാണ് കേട്ടോ. ആർട്ടിക്കിൾ 19 വരുന്നത് ഏതാണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഏഴാമത്തെ ചോദ്യം: സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭേദഗതി. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ, 44-ാം ഭേദഗതി. ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? നമുക്കറിയാം, അമേരിക്ക. ഓപ്ഷൻ എ, അമേരിക്ക. മൗലികാവകാശങ്ങൾ അമേരിക്കയാണ്. ഒൻപതാമത്തെ ചോദ്യം: മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻസ് ഡി ആണ്, സ്വരൺ സിംഗ് കമ്മിറ്റി കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. 1976 സ്വരൺ സിംഗ് കമ്മിറ്റി രൂപീകരിച്ചതെന്ന് കൂടി ഓർത്തിരിക്കുക. പത്താമത്തെ ചോദ്യം: ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി, രാഷ്ട്രപതി കേട്ടോ. ഓപ്ഷൻ ബി, രാഷ്ട്രപതിയാണ്. 11ാമത്തെ ചോദ്യം: 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂർ കേട്ടോ, തൃശ്ശൂരാണ്. ഓപ്ഷൻ എ, തൃശ്ശൂരാണ്. 12ാമത്തെ ചോദ്യം, ഇതും സ്ഥിരം ചോദ്യമാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠസ്വാമി, സമത്വ സമാജം. 13ാമത്തെ ചോദ്യം: ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യ കലാപമാണെങ്കിൽ ചോദിച്ചാൽ അതാണ് അഞ്ചുതെങ്ങ് കലാപവും. ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 14ാമത്തെ ചോദ്യം, ഇതും സ്ഥിരം ചോദ്യമാണ്, EMSനെ കുറിച്ച് കേട്ടോ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട് കേട്ടോ. EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ, EMS. 15ാമത്തെ ചോദ്യം: 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി പാർവതിഭായ് കേട്ടോ. ഗൗരി പാർവതിഭായ് ആണ്, റാണി ഗൗരി പാർവതിഭായ് കേട്ടോ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി പാർവതിഭായ്. 16ാമത്തെ ചോദ്യം: G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് സ്ഥിരമായി ആസ്ഥാനമില്ല. 1998 G20 രൂപീകരിക്കപ്പെട്ടത്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്.
ഏതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1998 G20 രൂപീകരിക്കപ്പെട്ടതെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ 16ാമത്തെ ആൻസർ ഏതാണ്? 1998 G20 രൂപീകരിക്കപ്പെട്ടെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. 99 G20 നിലവിൽ വന്നത് കേട്ടോ. 17ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂരാണ് കേട്ടോ, കണ്ണൂര്, ഓപ്ഷൻ ബി. 18ാമത്തെ ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തിയാര്? ഉൾപ്പെടാത്തതാരാണ്? പോറ്റി ശ്രീ രാമലു ആണ് കേട്ടോ. കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തിയാണ് ആര്? പോറ്റി ശ്രീ രാമലു കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഏതൊക്കെയാണ്? ചേരിചേരാ നയമുണ്ട്, സമാധാനപരമായ സഹവർത്തിത്വമുണ്ട്, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സ്വാശ്രയത്വം. അപ്പോൾ 1, 2, 3 ഇതാണ് ശരിയായത് കേട്ടോ. 1, 2, 3 ഇതിൽ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ കേട്ടോ. അപ്പോൾ 4ാമത്തത് സ്വാശ്രയത്വം എന്നുള്ളതില്ല. 1, 2, 3 ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ. 20ാമത്തെ ചോദ്യം, 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അച്ചുതണ്ട് ശക്തികളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 21ാമത്തെ ചോദ്യം, ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ കേട്ടോ, സോവിയറ്റ് യൂണിയൻ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ്റെയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 22ാമത്തെ ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? APJ അബ്ദുൽ കലാം. 23ാമത്തെ ചോദ്യം, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ് കേട്ടോ. ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. 24ാമത്തെ ചോദ്യം, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്ക കേട്ടോ. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്ക കേട്ടോ. ശ്രീലങ്ക 2023 കേട്ടോ. 25ാമത്തെ ചോദ്യം, വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? നമുക്കറിയാം 7ാം സ്ഥാനമാണ് കേട്ടോ. വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 26ാമത്തെ ചോദ്യം, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് ആരാണ്? സജി ചെറിയാൻ കേട്ടോ. ഓപ്ഷൻ ഡി സജി ചെറിയാനാണ്. 27ാമത്തെ ചോദ്യം, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം. ഓപ്ഷൻ സി മുത്തങ്ങ കേട്ടോ. 28ാമത്തെ ചോദ്യം, 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ചൈന കേട്ടോ. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. 29, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ കേട്ടോ, പെരിയാർ. 30ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം. ഓപ്ഷൻ സി ഉത്തര മഹാസമതലമാണ്. 31ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടക്കായലാണ് കേട്ടോ. ശാസ്താംകോട്ടയാണ്. ഓപ്ഷൻ ബി. 32ാമത്തെ ചോദ്യം, കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9 ജില്ലകളാണ് കേട്ടോ. 9. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമിയാണ്. 34ാമത്തെ ചോദ്യം, പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പയിലാണ് കേട്ടോ. ശബരിഗിരി പമ്പ നദിയിലാണ്. 35ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ്. 36, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? നമുക്കറിയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആലപ്പുഴ. ഇതൊക്കെ സ്ഥിരം ചോദ്യമായിരുന്നു കേട്ടോ ഒരു സമയത്ത്. അപ്പോൾ ഇനിയും ചോദിക്കാം. ഇത് 2024 പരീക്ഷയിലാണ്. അപ്പോൾ ഇനിയും ചോദിക്കാം.
അപ്പോൾ ഓർത്തിരിക്കുക. 37 നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? അപ്പോൾ ഏതാണ്? പുന്നമടക്കായലാണ് കേട്ടോ. പുന്നമടക്കായൽ. ആരും വെപ്രാളം കയറി വേമ്പനാട്ട് കായൽ എഴുതരുത്, പുന്നമടക്കായൽ. 38ാമത്തെ ചോദ്യം, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? 941 കേട്ടോ. 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഈ ചോദ്യം പരീക്ഷ നടക്കുമ്പോൾ AJ ദേശായി ആയിരുന്നു. ഇപ്പോൾ മാറിയിട്ടുണ്ട്. നിതിൻ ജംദാർ ആണ് കേട്ടോ. നിതിൻ ജംദാർ, ജസ്റ്റിസ് നിതിൻ ജംദാറാണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകാൻ പോവുകയാണ് അദ്ദേഹം കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക. 40ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം? സിമ്പിൾ, സൈലന്റ് വാലിയാണ്. ഓപ്ഷൻ B ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഏതാണ്? മേഘാലയ കേട്ടോ. മേഘാലയയാണ് ആൻസർ. 42 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ഏത്? 1973 കേട്ടോ. 1973. 43ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ജഗദീപ് ധൻഖർ കേട്ടോ. ജഗദീപ് ധൻഖർ ആണ് 14ാമത് ഉപരാഷ്ട്രപതി. 44ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ലാൻഡറുണ്ട്, റോവറുണ്ട്, ഓർബിറ്ററുണ്ട്, പ്രൊപ്പൽഷൻ മൊഡ്യൂളും. ഇതിൽ ഓർബിറ്ററാണ് കേട്ടോ. ഓർബിറ്ററാണ് അതിൽ പെടാത്തത് കേട്ടോ. 45ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിൻ്റെ ചിത്രം ഏതാണ്? ഏതാണ്? ഗ്രാമീണ ജീവിതം. ഓപ്ഷൻ D ഗ്രാമീണ ജീവിതമാണ്. 46ാമത്തെ ചോദ്യം, ചരക്കു സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നതെന്നാണ് ചോദ്യം. അപ്പോൾ എന്നാണ്? 2017 ജൂലൈ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ B ആണ് ആൻസർ. 1 ജൂലൈ 2017. 47ാമത്തത്, ഗോദാൻ എന്ന കൃതി ആരുടെയാണ്? പ്രേംചന്ദ് കേട്ടോ. ഓപ്ഷൻ C പ്രേംചന്ദ് കേട്ടോ. 48ാമത്തത്, ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏഷ്യ കേട്ടോ. മഞ്ഞവളയം ഏഷ്യ. 49ാമത്തെ ചോദ്യമാണ്, 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അല്ലു അർജുൻ കേട്ടോ. ഓപ്ഷൻ ഡി അല്ലു അർജുൻ. 50ാമത്തെ ചോദ്യം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? കാലം സാക്ഷി. ഏതാണ്? കാലം സാക്ഷി. ഓപ്ഷൻ B. 51ാമത്തെ ചോദ്യം, 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ഓപ്ഷൻ A ഇന്ത്യ. 52ാമത്തെ ചോദ്യം, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്. ഓപ്ഷൻ A ഹൈദരാബാദാണ്. 53ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാത്രമാണ്. കോമ്പൽ, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാനെന്നുള്ളത്, അത് മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ B ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ B ആണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം തെറ്റാണ്. 54ാമത്തെ ചോദ്യം, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല പയർ കേട്ടോ. പയർ. ഓപ്ഷൻ C പയറാണ്. 55ാമത്തെ ചോദ്യം, അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു, ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഏതാണ്? കണ, റിക്കറ്റ്സ് എന്നൊക്കെ പറയും. കണ കേട്ടോ. ഓപ്ഷൻ C ആണ് ആൻസർ. 56ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദ്യം. കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. സൂര്യൻ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. ശരി ഏതാണ്? 2 മാത്രമാണ് കേട്ടോ. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണെന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ B ആണ് ആൻസർ. 57ാമത്തെ ചോദ്യം, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ഏതാണ്? മലപ്പുറം ജില്ല കേട്ടോ. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം. 58ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? 2023 കേട്ടോ. ഓപ്ഷൻ C 2023. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതി. ഓപ്ഷൻ A ആർദ്രം.
60-ാമത്തെ ചോദ്യം, മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക. ഇവിടെയാണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ ശരിയുടെ. മിക്സിയുടെ പ്രവർത്തനത്തിൽ എന്താണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. അതാണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. 61-ാമത്തെ ചോദ്യം, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 62-ാമത്തെ ചോദ്യം, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ജെയിൻറ്റ് വീലിൻ്റെ ചലനമാണ് കേട്ടോ. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തതാണ് ഈ കൊടുത്തിരിക്കുന്നതിൽ ജെയിൻറ്റ് വീലിൻ്റെ ചലനമാണ്. 63, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ടൈറ്റാനിയമാണ് കേട്ടോ. ടൈറ്റാനിയം. ഓപ്ഷൻ ബി ടൈറ്റാനിയമാണ് കൂട്ടത്തിൽപ്പെടാത്തത് കേട്ടോ. 64-ാമത്തെ ചോദ്യം, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, കണികകളുടെ ചലനം കുറയുന്നു. ഇതിൽ 3 1, 2, 3 ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 4-ാമത്തത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 65-ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT-60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാൻ. എവിടെയാണ്? ജപ്പാൻ. ഓപ്ഷൻ ബി ജപ്പാൻ. 66-ാമത്തെ ചോദ്യം, ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ സവിശേഷതയിൽ ഉൾപ്പെടാത്ത കാര്യമാണ്. ബാക്കിയെല്ലാം ഇതിൻ്റെ സവിശേഷതയായിട്ട് പറയുന്നവയാണ്. 67-ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇവിടെ ഒറ്റപ്പെട്ടതാണ് ചിക്കൻ ബോക്സ് ആണ് കേട്ടോ. ചിക്കൻ ബോക്സ്. ഓപ്ഷൻ ബി. 68-ാമത്തെ ചോദ്യം, നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? വവ്വാൽ കേട്ടോ. ഓപ്ഷൻ എ വവ്വാലാണ്. 69-ാമത്തെ ചോദ്യം, ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഡയബറ്റിസ് മെലിറ്റസ് കേട്ടോ. ഡയബറ്റിസ് മെലിറ്റസ്. 70-ാമത്തെ ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഇരുമ്പ് കേട്ടോ. ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്താണ്? ഏതാണ്? സ്ഫിഗ്മോ മാനോമീറ്റർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. സ്ഫിഗ്മോ മാനോമീറ്റർ. 72-ാമത്തെ ചോദ്യം, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? പ്രമേഹം കേട്ടോ. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? പ്രമേഹമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 73-ാമത്തെ ചോദ്യം, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റ് കേട്ടോ. ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. 74-ാമത്തെ ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്ത്? വൈബ്സ് കേട്ടോ. ഓപ്ഷൻ എ വൈബ്സ്. 75-ാമത്തെ ചോദ്യം, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ഏതാണ്? ബാലമിത്ര കേട്ടോ. ബാലമിത്ര. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 76-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? താഴെ പറയുന്നത് കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എന്ത് ചെയ്യുന്നില്ല? എയ്ഡ്സ് രോഗം പകരുന്നില്ല. അപ്പോൾ അതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. 77-ാമത്തെ ചോദ്യം, സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ കേട്ടോ. ക്യാപ്റ്റൻ ഗീതിക കൗളാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 78-ാമത്തെ ചോദ്യം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? കൊൽക്കത്ത. ഓപ്ഷൻ ബി കൊൽക്കത്ത. 79-ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പേസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? തുടങ്ങനാട് കേട്ടോ. തുടങ്ങനാട്. ഓപ്ഷൻ ഡി തുടങ്ങനാട്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ
സ്പേസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? തുടങ്ങനാട്. 80-ാമത്തെ ചോദ്യം, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28% കേട്ടോ, 28%.